ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് റോബ്ലക്സ് ആയിട്ട്, വെറുതെ ഗെയിമല്ല. ഓക്കെ, റോബ്ലക്സ് ഗെയിമിൽ പുതിയൊരു ഗെയിമാണ്. പുതിയല്ല, ഒരു എന്താ പറയുക, ഒരു സാധനം കയറുക എന്നിട്ട് അതിനുള്ള ജമ്പ് ചെയ്തിട്ട്. അപ്പോൾ ഞാനാണ് കളിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഗെയിമിങ്ങിനൊക്കെ വീഡിയോ ഇടാറില്ലല്ലോ, അപ്പോൾ അതിനു മുമ്പിട്ട് തുടങ്ങിയതാണിത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള പെറ്റാണ് ഇത്. നമുക്ക് തുറക്കാം. ഇതിൽ 9.60 മില്യൺ ഉണ്ടതും, അതുപോലെ തന്നെ 2.40 മില്യൺ ഉണ്ട്. 2.40 മില്യൺ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ 270Kയുടെ വേറെ കുറേ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ വിറ്റാണ്. ഇതാണ് സ്ഥലം. ഓ, ഇതൊക്കെ നമ്മൾ കയ്യിലാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഓക്കെ ഗൈസ്, ഇതൊക്കെ കയ്യിലാണ്. നമുക്ക് ടെലിപ്പോർട്ടാകാം. കയ്യിലല്ലേ ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഓ, മറന്നു. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ 2 അക്കൗണ്ടിൽ ഇത് കുറച്ച് എന്താ പറയുക ബാക്കോട്ടാണ്, മറ്റേ അക്കൗണ്ട് കുറേ മുമ്പോട്ടാണ്. അത്രയ്ക്കും എന്താ പറയുക ഇതൊക്കെ ഉണ്ട്, പൈസയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണൊക്കെ. ഇവിടെ നിന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊക്കെയാണ് ഇതിനെ പൊട്ടിക്കാം. ഓക്കെ, എനിക്ക് 2 അക്കൗണ്ടാണ്. ഓക്കെ, ഫ്ലൈയിങ് ക്യാറ്റിൽ. ഓക്കെ, ഇത് നല്ല പൈസ ഉണ്ടാവോ? കഷ്ടായി പോയിട്ടോ. എന്തായാലും പോവാ നേരില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് 2 അക്കൗണ്ടാണുള്ളത്. ഒന്ന് വേറെ ഫോണിലാണ്, ഒന്ന് ഈ ഫോണിലാണ്. പക്ഷേ ഫോണിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, റോബക്സ് കൊടുക്കണമെന്നില്ല, അതിൻ്റെ ഭാഗ്യം. ഈ ബിൽഡിങ്ങിൻ്റെ ഉയരം കഴിഞ്ഞിട്ടില്ല എന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ കളി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ ഈ എന്താ പറയുക, നമ്മൾ ഒരു ബിൽഡിങ് കയറുക, അപ്പോൾ നമ്മൾ അതിനോട് കയറും തോറും ഒരു പൈസ ഇങ്ങനെ എൻ്റെ റൈറ്റ് സൈഡിലുണ്ടോ ജമ്പ് ഡൗൺ എന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കളി. ഓക്കെ, നമുക്ക് അടുത്ത ഓരോ മിനിറ്റിൽ. അതുപോലെ തന്നെ അവസാനം 89Kൻ്റെ വൂൾഫാണ് അവസാനത്തെ റീവാണ്. പക്ഷേ ഞാൻ കൊണ്ട് വലിയ കാര്യമില്ല കേട്ടോ. 89 അങ്ങനെന്തോ അങ്ങനെയാണ്. എനിക്ക് മറ്റേ അക്കൗണ്ട് കിട്ടിയത് 89Kയുടെ വൂൾഫ്. അത് ഇതേ സെയിം സാധനമാണ്. ഓ, ഇതാണ് ഷിൻചാൻ്റെ ഒക്കെ ഒരു ഫേസിൽ പ്രൊഫൈലിലാണ്. അത് എൻ്റെ സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിങ്ങിന് ചിഹ്നം കണ്ടോ? ഏകദേശം 11 കിലോമീറ്റർ അവിടം വരെ ഇപ്പം ഞാൻ എത്തി. 11 കിലോമീറ്റർ. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ 13 കിലോമീറ്റർ അങ്ങനെ ആകാനുണ്ട്. എൻ്റെ പണ്ടക്കേരി എത്ര ഇത് കിട്ടിയിരിക്കും ഗൈസ്. നമ്മളുണ്ടല്ലോ പുതിയ സ്ഥലത്തേക്ക് പോകില്ലേ, അപ്പോൾ അവിടുന്ന് എന്താ ട്രോഫിയുടെ എണ്ണം കൂടി വരും. ഇപ്പോൾ ആദ്യത്തെ ഇത് ഫ്രാൻസിലുള്ള ഈഫൽ ടവറാണ്. അപ്പോൾ ഈഫൽ ടവർ വന്ന് ഒരെണ്ണം കിട്ടുന്നല്ലോ. ഈ ഒരു ബിൽഡിങ്ങിൽ വന്ന് നമുക്ക് 5 എണ്ണം കിട്ടും, 5 എണ്ണം വെച്ച് കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. എനിക്കറിയില്ല, മറ്റേ കൊണ്ട് കളിച്ച് ശീലമുള്ളതുകൊണ്ട് അതിനകത്ത് ഞാൻ ഈ ഒരു സ്ഥലവും കഴിഞ്ഞ് അപ്പുറ സ്ഥലം എത്തി. ആ സ്ഥലം കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് ഏതാണ്ട് 20 ട്രോഫി അങ്ങനെ എന്തോ കൊടുക്കണം. ഇതിൽ ട്രോഫിയൊക്കെ കൊടുത്താലേ നമുക്ക് എന്താ പറയുക സ്ഥലം മാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടായി തരുന്ന പെറ്റ് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഈ ചുവപ്പ് ലൈൻ വരുന്നത്. 5 ട്രോഫി 4 എന്നുള്ളത് ഇപ്പോൾ 9.
ഓക്കെ, നമുക്ക് വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പോവാം. ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറേ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സ്കൂളും അതുപോലെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കെന്താ പറയുക, കളിക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് നോക്ക് അടുത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് വാലൊക്കെ ഉള്ള എന്തൊരു സാധനമാണ്. ഓ, പൊളി പൊളി പൊളി. ഇതൊക്കെയാണോ ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന ചെറുതാണിത്. ഇതൊക്കെ നമുക്ക് ഏഴ് വെക്കണം. എങ്ങനെയുണ്ടാവും? ഒരു പൈസ പോലെ നമുക്കിപ്പോൾ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ഇപ്പം കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പം ഇനി ഫ്ലാഗിന് എത്ര രൂപ വേണോ? ഇനി നമുക്ക് 1 ട്രില്യൺ. ഓ മൈ ഗാഡ്, 1 ട്രില്യണോ? എന്താണ് 1 ട്രില്യണാണ് ഈ ഫ്ലാഗിന് വേണ്ടത്. ഓ മൈ ഗാഡ്. നമുക്ക് 450 ബില്യണും കൂടി ആക്കിയിട്ട് നമുക്ക് ആ മുട്ടയും കൂടി പൊട്ടിച്ചോക്കാം ഗൈസ്. എന്തായാലും 1 ട്രില്യൺ ആക്കണം. അതിനായിട്ട് പെറ്റിനെ ആവശ്യമുണ്ട് എനിക്ക്. ഓക്കെ, 100 ബില്യൺ ആയാലും നമുക്ക് നിർത്താം. ഇത് ചാടി നോക്കാം. ഓക്കെ, 100 ബില്യൺ ഇതൊന്നും കാര്യമില്ല. ഈസിയെ പറ്റി ഏതാണ്ട് $40 കിട്ടുന്നുള്ളൂ. യെസ് യെസ്, $40 അതുകൊണ്ടൊക്കെ എന്ത് കാര്യം കിട്ടാനാണ്. നമുക്കാക്കി വിസ ഈ ഒരു പെറ്റിനെ കളയാം. ഓക്കെ, ഇത് അമ്മടുത്തുള്ള ലോക്കാക്കി വെക്കുക. 1.20 മില്യൺ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് ഈ ഒരു എഗ്ഗ് പൊട്ടിച്ചോക്കാം ഗൈസ്. കേസ് നമ്മൾ ഈ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ കിട്ടുക? ഇതാണ് ഡാർക്ക് ബേഡ്. എന്താണ് നോക്കാം. ഓ ഗൈസ്, 32 മില്യൺ. ഓ ഗൈസ്, നമ്മൾ എഗ്ഗ് ബെസ്റ്റ് അടിച്ചു. ഓ സെറ്റ് വിഷയം സാധനോ. ഓ മൈ ഗാഡ്, ഇത്രക്കും വലിയ സാധനമാണോ? എന്നാൽ പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് കുടിച്ചു നോക്കാം. ഈ 25 ബില്യൺ ഉണ്ട്. ഇതെന്താ എന്താണ്? $44 വേണ്ട. ഇത് പൊട്ടിച്ചോ ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്താ കിട്ടുമോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, മാജിക് കാറ്റോ? ഓക്കെ, പൈസ തീരുമ്പോഴേ പൊട്ടിച്ചോ ഗൈസ്. നല്ല എന്തെങ്കിലും താടാ. ഓക്കെ, ഇതന്നെയാണ് നമുക്ക്. ആ കാറ്റാണ് വേണ്ടത്. ഇതിനെ പിടിച്ചിട്ട് എന്താക്കാം? ഓക്കെ, ഓ മൈ ഗോഡ്, മാജിക് കാറ്റ് ഭയങ്കര പൈസ കിട്ടാ. നമുക്ക് അതിൽ നിന്ന് 4.80 മില്യൺ. പക്ഷെ നമ്മൾ നല്ല പൈസ ഉണ്ടാവും. സ്വർണ്ണം പിടിച്ചേക്കാം. എന്താണ്? ഓക്കെ, 19 ഗൈസ്. ഓ, ഇതാണ് ഗ്രീൻ ഫ്ലൈയിങ് ഡ്രാഗന്. ഓക്കെ, ഇതിനെ പന്തള്ളിയിരിക്കണേ.
ഇതിൻ്റെ തന്നെ ഇപ്പം ഡിലീറ്റ് ആക്കേണ്ട പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഞാൻ നോക്കാതെ വെക്കാം. പൈസനൊക്കെ അവൻ പിടിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിച്ച് ആവാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോളി എത്ര റുപ്യാണ്, എത്ര ഗോൾഡ് ഇപ്പം തന്നെ കയറാനായിട്ട് പോവുകയാണെന്ന് നോക്കി വെച്ചോട്ടോ. ഇതിപ്പോൾ അല്ലേ വേണ്ട. ഓക്കെ, ഇപ്പം തന്നെ 3.47 ബില്യൺ. ഓക്കെ, ഓട്ടോക്ലൈബ് ആക്കിയിട്ടുണ്ട്. എന്താണ് മെനുവിൽ ഇതെന്താണ്? ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരെണ്ണം. ഓ, രണ്ടെണ്ണം. ഓ, നമുക്ക് ഈ ഒരു പെറ്റിനെ കിട്ടണമായിരുന്നു. ആ ഒരു പെറ്റിനെ കിട്ടുന്ന നമ്മൾ സെറ്റാണ്. വീണ്ടും തന്നെ ഇട്ടുണ്ട്. കേരി, യു ആർ ഗെറ്റിംഗ് ടയേർഡോ? എന്ത് ഞങ്ങൾ മേലെത്തി. ഓക്കെ, ബൂസ്റ്റ് ആക്ടിവേറ്റഡ്. ഓ ഗൈസ്, 1.62 ട്രില്യൺ. ഓക്കെ, നമ്മൾക്ക് 1 ട്രില്യൺ ആയിരുന്നു വേണ്ടത്. എന്താണ് ഷോപ്പിൽ നിന്ന് വേണ്ട, റോബക്സ് അല്ലേ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ വേണ്ട. ഇത് കണ്ടോ നിങ്ങൾ ട്രെയിൻസ് ഇങ്ങനെ ഏതാണ്ട്. ഓക്കെ, 5 കൊടുത്ത് നമുക്ക് ഇത് വാങ്ങിക്കാം. ഇപ്പം കണ്ടോ എത്ര ശതമാനം പൈസ എന്തോ കൂടും, അങ്ങനെന്തോ ഉണ്ട്. സ്പീഡ് കൂടും, സ്പീഡ് കൂടുന്നു. കണ്ടോ നമ്മളിങ്ങനെ കത്തുന്നുണ്ടോ? 2.7 ട്രില്യൺ. ഇനി ഇനി 2 ട്രില്യൺ എന്നല്ല കേട്ടാ. എന്താണ് ഈ വാലൊക്കെ ഉണ്ടല്ലോ. ഓ, ഡ്രാഗൻ്റെ ചെറുക്ക്, അവൻ വിത്ത് ഡ്രാഗൻ്റെ തല. വാ, താഴോട്ടേക്കാണോ മേലോട്ടേക്കാണോ? താഴോട്ടേക്കാ മേലോട്ടേക്കാ മനസ്സിലാവില്ല. മേലോട്ടേക്കാണ്. ഓ ഗൈസ്, ഇപ്പം തന്നെ ട്രില്യൺ അടിച്ച്. പക്ഷെ കാര്യമില്ല, നമുക്ക് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ 450 ബില്യൻ്റെ 2 എഗ്ഗും കൂടി നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, 2 or 4 പൊട്ടിച്ച് നോക്കാം. നമ്മുടെ പൈസ. ഓക്കെ, യു ആർ ഗെറ്റിംഗ് ടയേർഡ് വരുത്തും നമ്മൾ നോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് 2, 3, 4 പൊട്ടിച്ച് നോക്കാം. രണ്ടാമത് ഫ്യൂസ് ഓർമ്മയുണ്ട്. ആനിമൽസിൻ്റെ പൈസ കിട്ടല്ലേ. ഓക്കെ, ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഫ്യൂസ് ചെയ്തല്ലേ സക്സസ് ആയിട്ടില്ലേ നമ്മളവിടുന്ന് 1000 ജീവി. ഒന്നും കൂടി നോക്കാം. കൈബൂതയില്ലേ ഈ സാധനം 2 ഉണ്ടല്ലോ ഇത്. ഓക്കെ, എന്നാൽ ഈനെ പോക്കും. ഓക്കെ, ഗൈസ്, നമ്മൾ കഴിയുന്ന സാധനം പോകും. ഓ മൈ ഗോഡ്, ഇതും കൂടി നമുക്കങ്ങ് ഫ്യൂസ് ചെയ്തേക്കാം. യെസ് ഗൈസ്, ഫ്യൂസ് സക്സസ്. അത് നമ്മുടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ റേറ്റ് കൂടി. ഇപ്പോൾ 1.80 മില്യൺ, അത് 1.40 മില്യൺ അങ്ങനത്തെ തന്നെ ഉള്ളത്. ഓക്കെ, നമുക്കിനിപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ 2 4 3 ചെയ്ത് നോക്കാം ഗൈസ്. നല്ല പുറക്കത്തുള്ള മുട്ടയാണ് കിട്ടിയാൽ അതേ. നല്ല അതൊരു മൂണ്ടോകാ. അതിലെത്രയാണ്?
ഗൈസ് 65 മില്യണോ ഒരാളും പൊട്ടിക്കും പൊടിച്ച് ഡാർക്ക് ബേർഡ്. ഓ തന്നെയാണ് എനിക്ക് വേണ്ട ഗൈസ്. എനിക്ക് ബെസ്റ്റ് അടിക്കാം ഗൈസ്. സെറ്റ്. ഓക്കേ ഓക്കെ ഇനി നമുക്ക് കയറി നോക്കാം. ഇനിയിപ്പോൾ 7 ട്രില്യൺ 8 ട്രില്യൺ എൻ്റെ ഒമ്പോ. പക്ഷേ ഇതൊക്കെ മാറി കിടന്ന് എനിക്ക് അതിനകത്ത് എന്നെ എന്താക്കിയ അവിടെ തന്നെ ഫ്രണ്ട് ലിസ്റ്റിലേക്ക് എന്നെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താക്കി ചേർന്നു അവനെ ഫ്രണ്ടാക്കി. അപ്പോൾ അവനെനിക്ക് മറ്റേ വേറൊരു അക്കൗണ്ടിലാണ് എൻ്റെ മറ്റേ അക്കൗണ്ടിൽ. അപ്പോൾ അവൻ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് എത്രയോ ജയോ അങ്ങനെ എന്തൊരു പൈസയായിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ എത്രയോ ജെ അത്ര പൈസയും കിട്ടി എനിക്ക്. അതിനെക്കൊണ്ട് ഒറ്റയടിക്ക് അത്രക്കും പൈസ ജെ കടന്നങ്ങോട്ട് പോയി ഗൈസ്. അതിനെക്കൊണ്ട് ഏതാണ്ട് ഞാൻ 30-20 മറ്റേ ചെറുകിയ വാങ്ങിച്ച് 15 രൂപ ചെറുകിയ വാങ്ങിച്ച് അതിനെക്കൊണ്ട് അത്രക്കും പൈസ അതിൽ നിന്ന് കിട്ടിയ. ഓക്കെ ഇനി ഇവിടുന്ന് ഇത് ഡയമണ്ടും കിട്ടുന്നുണ്ടോ? 19 ഒരെണ്ണം ഓക്കെ 7 ട്രില്യൺ ആയിട്ടുണ്ട്. ഓ സിറ്റ് വെറുതെ ഒട്ടിച്ച് ഡാർക്ക് ബേർഡ് കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഓ ഉണ്ട് ഗൈസ്, ഉണ്ട് ഗൈസ്. 38.40 മില്യൺ ഗൈസ്. സെറ്റ്. ഇതിനെയും കൂടെ എക്യൂപ്പ് വേണ്ട. ഓക്കെ അതിനെയും കൂടെ എക്യൂപ്പ് ചെയ്ത. ഓക്കെ അങ്ങനെ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ജമ്പ് ചെയ്ത് നോക്കാം. പൈസ 7 ട്രില്യൺ ആകും ഉറപ്പാണ്. ഓ കൃത്യം 7 ട്രില്യൺ. ശരി ഇത്തിരിയെങ്കിലും മില്യണോ അങ്ങനെങ്കിലും അല്ലെങ്കിൽ കെയോ ബാക്കിനാ ചാൻസ് ഉണ്ട്. ബില്യണോ? ഇനി 34 ട്രില്യൺ. ഈ ഒരു എന്താ പറയുക നൂബ് ക്യാപ്പ് അങ്ങനത്തെ ഒരു പേര്. ഓക്കെ അതിന് വേണ്ടി അത്രയും പൈസ. ഓ മൈ ഗോഡ്. മോൺസ്റ്റർ മഷ് ഇത് ഞാനല്ലേ? ഇത് ഞാനാണ് അല്ലേ? ആണല്ലോ. അത് അവൻ്റെ പേര് വേറെതാണ്. മോൺസ്റ്റർ മഷ് ക്ലൈം ചെയ്തല്ലോ. ഓ യു ആർ നോട്ട് എ മെമ്പർ ഓഫ് ക്ലൈം. ഓ അങ്ങനൊക്കെ ഉണ്ടോ? ഈ ഷിൻചാൻ്റെ പിക്ചർ അവിടെ വരെ എത്തിയല്ലോ. അവനൊക്കെ ഞാൻ വെട്ടിച്ച്. ഷിൻചാൻ ഇപ്പം തന്നെ വെട്ടിക്കും. ഓക്കെ ഷിൻചാനെ നമ്മൾ വെട്ടിച്ചിട്ടുണ്ട്. എന്നെ വെട്ടിക്കാൻ വേറൊരാളുണ്ടോ? ഭയങ്കര സ്പീഡാണ് അവന്മാർ. അവൻ എൻ്റെ ചെറുകിൻ്റെ 2 ഇരട്ടി വലുപ്പം മൂത്തതായിരിക്കും അവൻ്റെ ചെറുക്. എന്താണ് മനസ്സിലായി ഗൈസ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം കിട്ടാണ്ട് ഒരു ഡിഫട്ട്. ഇവിടെ ഇതുണ്ടോ നിങ്ങളൊരു ഇതിനകത്ത് ഒരു ഡോഗിൻ്റെ അതെനിക്ക് കിട്ടിയ ഗൈസ്. മൂക്കനോണ്ട് വിച്ച് പറഞ്ഞാൽ അൾട്രാ വിച്ച്. ഓക്കെ
ചില്ലിൻ്റെ മുട്ട അപ്പുറം പൊട്ടിച്ചാലും നല്ല അല്ലേ. ഓക്കെ, ബാഗിൽ നിന്ന് എനിക്കൊരു ബോക്സ് പൊട്ടിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പം ചെയ്യുന്നില്ല, ഇപ്പം ചെയ്തല്ല. വെറും ആയിക്കോളെ 10% ചാൻസ് അല്ലോ. ഒരു 10 അങ്ങനെ കിട്ടട്ടെ, അപ്പോൾ 100% ചാൻസ് അല്ലേ. പക്ഷെ അതിനെ കൊണ്ട് എന്താ ഉപകാരം എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 20 ട്രോഫി വേണം. അതിൻ്റെ അടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ 150 ട്രോഫി. അതിൻ്റെ അടുത്ത ട്രോഫി അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 1.5K. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ 17.5K. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ 18K. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ 400K. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ ഇതെത്ര ഉള്ളത്? 25 ബില്യണൊക്കെ ഉണ്ടാക്കണോ? ഇവിടെ കായായി കളിക്കണ്ടാവാ ഒന്ന് ആലോചിച്ചോട്ടെ. അപ്പം ഇതിൻ്റെ നമ്മൾ കഷ്ടപ്പെട്ടൊരു 2, 3, 4, 5, 6 പ്രാവശ്യം കയറിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലാഗ് വാങ്ങാൻ നല്ല പൈസ വേണം. ടെലിപ്പോർട്ട് ആയിട്ടില്ല, അത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ടെലിപ്പോർട്ട് ആയിട്ടില്ലേ? ടെലിപ്പോർട്ട് ഒക്കെ നമ്മൾ ടെലിപ്പോർട്ട് ആയിട്ടുണ്ട്. പുതിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഒരു എഗ്ഗിന്. $25 ക്യൂവോ നോട്ട് മണി. ഇതിനോ ഗൈസ് 3.50 ട്രില്യൺ. ഇപ്പോഴെത്തുമ്പോൾ ഇതിനൊക്കെ പൈസ കൂടാ. പക്ഷെ അതിനെച്ചാൽ നല്ലതാ സാധനം കിട്ടട്ടെ. ഇതെന്താണ് സ്പീഡിനെ കുറഞ്ഞുണ്ടോ? ഇങ്ങനെയാണ് വിധി, നല്ലതല്ല. ഓക്കെ, നമുക്ക് ഫ്ലാഗ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, മറന്നു ഗൈസ്. ഓക്കെ, ഏത് സാധനം പോയ എൻ്റെ മേലെ കൂടെ? 3 റേസിംഗ് ആണോ? അടിയിലെടുത്ത കയറി വരുന്നുണ്ട്. 4 ഷിൻചാനിപ്പുറത്തിയോ? ഇതെന്താണ്? ഷിൻചാനിപ്പുറത്തിയല്ലോ, ഇതിങ്ങനെ. Okay, you getting tired? ഓയ് ചാടി നോക്കല്ലേ, എന്തൊക്കെ അവസ്ഥ. ഇല്ല, അപ്പുറം പോയിട്ട് നമുക്ക് അതും കഴിക്കണമല്ലോ. അപ്പോൾ ഗൈസ്, അല്ല 112 ട്രില്യൺ ഇപ്പോൾ അത്യാവശ്യം സ്പീഡുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ഏതാണ്ട് 6 മണിക്കൂറാവാനായിട്ടുണ്ട്. അത് 23 മിനിറ്റ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ഗൈസ്, വേണമെങ്കിലും ഞാൻ അപ്പോൾ കമൻറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അത് റോബ്ലോക്സിൻ്റെ മറ്റുള്ള ഗെയിംസും കാണാത്തവർക്ക് പോയി കാണാൻ ചാനലുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സപ്പോർട്ട് ഗൈസ്. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഗെയിംസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർക്ക് കാണും. അപ്പോൾ അടുത്ത വീഡിയോ CPM ആയിട്ട് കാണാം ഗൈസ്. അടുത്തൊരു CPM ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.